ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സ്റ്റാർ സിംഗറിൻ്റെ പ്രോഗ്രാമൊക്കെ ആയിട്ട് ഞങ്ങൾ റെഡി ആവുകയാണ്. മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നേക്കാണ്. സോ എൻ്റെ പ്രോഗ്രാം ഓൾറെഡി കഴിഞ്ഞ് സ്റ്റാർ സിംഗറിൽ ഗസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളല്ല, ആദ്യം പോകുന്നത്. അപ്പോൾ ഓള് മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റെഡിയൊക്കെ ആയി. എനിക്കൊരു സട്ടിൽ മേക്കപ്പ് ഞാൻ തന്നെ ചെയ്ത് ഡ്രസ്സൊക്കെ ഞാൻ തന്നെ സെറ്റാക്കി. എനിക്ക് പ്രത്യേകത ഒന്നുമില്ല. ഞാൻ പോസ്റ്റായിരിക്കാൻ പോവുകയാണ് ഗായ്സ് ത്രൂ ഔട്ട് ദ ഡേ. ഓക്കെ, അപ്പോൾ ഓള് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഒരു ഫ്രൂട്ട്സിൻ്റെ ഒരു സംഭവം കഴിച്ച്. പിന്നെ ഞങ്ങൾക്കിപ്പോൾ ഇനി ഒരു 1 ഒക്കെ ആകുമ്പോൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. റെസ്റ്റ് എവറിത്തിങ്സ് ഡൺ. ഓളുന്നൊരു സാരിയൊക്കെയാണ് ഇടാൻ പോകുന്നത്. ലെറ്റ്സ് സീ ഹൗ ഷീ ലുക്സ്. എനിവേസ് ഷീൽ ബി സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ നമുക്ക് പോയി നോക്കാം മേക്കപ്പൊക്കെ ഇടം വരെ എത്തി എന്നുള്ളത്. ഓക്കെ, മേക്കപ്പ് കഴിയാനാവുന്നേ ഉള്ളൂ. ലിപ്സ്റ്റിക് കഴിഞ്ഞ പ്രാവശ്യം നൂറിൻ്റെ മേക്കപ്പ് ചെയ്തത് ഈ കുട്ടിയാണ്. അവരുടെ പേര് സഹല. ഐസ് മേക്ക് ഓവർ എന്നാണ് കേട്ടോ അവരുടെ പേജിൻ്റെ പേര്. ഇവളും കഴിഞ്ഞ പ്രാവശ്യം സാരി ആയിരുന്നു, ഞാനും സാരിയാണ്. ലെൻസ് ഇപ്പോൾ കുറച്ച് നാളായല്ലോ വെച്ചിട്ട്, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ അലർജി കുട്ടൻ്റെ കുഴപ്പങ്ങളേ ഉള്ളൂ. ബാക്കിയോളും ഓക്കെ. ആര്യൻ വെട്ടൂരിയും ജസീല മോളൊക്കെ വന്ന് കുത്തിയിരിക്കണ്ടാവും. അവള് ഫ്ലൈറ്റ് മിസ്സായിരുന്ന സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആള് സാരിയാണ് ഉടുത്ത് വന്നതെന്നും പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാരിയുടെ ഇതിൽ കോമ്പറ്റീഷൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും അവൾ ഈ ചെടിയും മരമൊക്കെ ഉള്ള സാരിയൊക്കെ ഇരിക്കുന്നതാണ് എൻ്റെ ഒരു തോന്നല്. നമുക്കിനിയിപ്പോൾ ആളെ കണ്ടാലേ അറിയാൻ പാടുള്ളൂ ഏത് കൊല്ലത്തിലായിരിക്കും വരിക എന്നുള്ളത്. ആര്യനോട് ഇന്നലെ ലൈവ് പോയപ്പോൾ ആരോ തിരുവാതിര ഡാൻസ് ഒക്കെ കളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അവനെ കൊണ്ട് കളിപ്പിക്കാൻ നോക്കാം. അപ്പം കോട്ടിട്ടിട്ട് ജസീലയുടെ തിരുവാതിര ഡാൻസ് നമുക്ക് കളിപ്പിക്കാം. ആ, ുണ്ടെങ്കിൽ ഇയറിങ്സ് കുറച്ച് ഇതാക്കും. ഇതിലേക്ക് സിൽവർ കൊണ്ടുവരണ്ട. സിൽവർ ആ മാല തീരെ മാച്ച് ആക്കൂല. ഇത് റോസ് ഗോൾഡാ. ഇതിനാകുമ്പോ ഈ സംഭവം ഉണ്ടല്ലോ ഷേപ്പ്. പക്ഷെ അത് പോവില്ല. നമ്മൾ ഇരുന്ന് എണീക്കുമ്പോ എന്റെ അങ്ങനെ പോയി കുത്തി ബ്ലൗസിന് കുത്തിയില്ല അല്ലേ? മൊത്തത്തില് കോഴിക്കോട് മലപ്പുറം എല്ലാം കൂടെ മിക്സ് ആയി. അങ്ങനെ തന്നെ വെക്കണം കൈ അല്ലേ? കൈ ഞാൻ കാണിച്ചുതരാം. ഇത് ഊരിയാല് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ ടൈറ്റ് ആയിക്കോട്ടെ. ആ, ഇത് പോരുന്നല്ലേ നേരത്തെ ഇവിടെ ഇതല്ലേ? നമ്മുടെ വെട്ടൂരി മേക്കപ്പ് ഇടുക കേട്ടോ. ഹായ് വെട്ടൂരി.
ഹായ്. ഇവിടെ ഇന്നെന്താ പരിപാടി? ഞാൻ പൊതുവെ വീഡിയോന് വേണ്ടി പൈസ വാങ്ങിക്കാറുണ്ട്, പക്ഷേ നിങ്ങൾ പറഞ്ഞ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാം. നിങ്ങളാ ആരടാ നിങ്ങള്? നിങ്ങളേതാ മീഡിയ ടീം? ഏത് മീഡിയ ടീം? ഏതാണ് ടീം? നീ നീലിട്ടേക്കണം, നീ ആയിരിക്കും നീലക്കുയിൽ. നിലവില ജിസേൽ ആസ് യൂഷ്വൽ അവളുടെ ഫ്ലൈറ്റ് പിന്നെയും മിസ് ചെയ്തിരിക്കുകയാണ്. അല്ല, മേക്കപ്പ് അല്ല പ്രശ്നം, അവൾ എത്തി അവിടെ. എനിക്ക് വേണ്ടി ഒരു കടയിൽ കയറിയതാണ് പെർഫ്യൂം വാങ്ങിക്കാൻ. അത് കാരണം ലേറ്റ് ആയി എന്നാ പറഞ്ഞത്. ഇല്ല, ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. കുളിയുണ്ടല്ല, എനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിക്കാം. നീ കണ്ട നിങ്ങൾ എന്നെയല്ല, നിങ്ങൾ ആലിയ ഭട്ടിനെ ഷൂട്ട് ചെയ്യേണ്ടത്. ആലിയ, ഞങ്ങൾ പുതിയ പടം സൈൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ബജറ്റില്ല, പക്ഷെ ഞാൻ മെയിൻ ആക്ടർ. ഞങ്ങൾ സൈൻ ചെയ്തത് മറ്റേ ഏഷ്യാന്റെ ഓഫീസിൽ പേയ്മെന്റ് സൈൻ ആയിരുന്നു. ഹലോ, നമ്മുടെ ശരത്തേട്ടൻ മുണ്ടക്കിടാൻ മുണ്ടേശ്വരനായിട്ടിരിക്കുന്നു. അപ്പോ ഈ വീഡിയോ കിട്ടുന്ന റവന്യൂടെ 10% എനിക്ക് കിട്ടുന്ന പറഞ്ഞത് കൊണ്ട് ഞാൻ ഈ വീഡിയോ എനിക്ക് 10 പൈസ തരൂലടാ. എന്താടാ, പിന്നെ കുറച്ച് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് തോന്നുന്നു. എനിക്ക് കോൺഷ്യസ് ആവുന്നു, എന്താണെന്നറിയില്ല. ആര്യൻ വൈകാതെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ ഞാൻ തുടങ്ങും, നിങ്ങൾ എല്ലാരും വന്നം. റെഡിയാണ്. ഞാൻ പോയിട്ട് അസിസ്റ്റൻസ് വിളിച്ചോണ്ടിരിക്കും. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലെത്തിയേക്കാണ്. സി ഓളിത് അവിടെ ഉണ്ട്. അയ്യോ, ഓക്കെ, തെറ്റിപ്പോയി. ഇതേ ഇവിടെ ഉണ്ട്. അപ്പം ഞാനിവിടെ എന്താ പറയുക, കിളിപോയ അവസ്ഥയിലൊന്നല്ല. കിളിപോയ അവസ്ഥയിലാണെന്ന് വെച്ചാൽ ചെറുതായി. ആര്യൻ ശരത്തേട്ടനൊക്കെ എത്തിയിട്ടുണ്ട്. അവളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം ക്ലിപ്സ് എല്ലാം. ബ്യൂട്ടി ക്വീൻ ഇസ് ദേർ. കാണാൻ പറ്റുന്നുണ്ടാവും നിങ്ങൾക്ക്. ഇൻ സാരി, ഷീ ലുക്സ് സോ ബ്യൂട്ടിഫുൾ ഇൻ സാരി ബൈ ദ വേ. ഗൈസ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ദേ സുന്ദരി. നല്ല സഭാകമ്പുണ്ട് ഗൈസ്. ലാസ്റ്റ് ടൈം നിങ്ങൾ നൂറ് ഷാനവാസ്ക്ക് അനു അങ്ങനെ കുറച്ച് അക്ബർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ അപ്പോൾ കുറച്ച് പേരെ കണ്ടപ്പോൾ ഞങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയാം. അപ്പോൾ ഇപ്രാവശ്യം ഞാനും കുറച്ച് പേരും കൂടെ ഉണ്ട്. ആര്യനൊക്കെ വന്നിട്ടുണ്ട്, നമ്മുടെ ജിസേൽ ഷർട്ടേട്ടൻ ഇവരൊക്കെ ഉണ്ട്. എല്ലാവരും കാണാൻ പറഞ്ഞിട്ടുണ്ട്. ശനി ഞായറുമാണ് ലാസ്റ്റ് 10. അങ്ങനെ ഫൈനലി നമ്മളിത് ആ ഫ്ലോറിലേക്ക് കയറിയിട്ടോ. നമ്മളോട് പറഞ്ഞ സമയമൊക്കെ കഴിഞ്ഞായിരുന്നു. ബാക്കി നമ്മുടെ ജിസയിലൊന്നും എത്തിയിട്ടില്ല. അവൾക്ക് ഫ്ലൈറ്റൊക്കെ മിസ്സായി. പിന്നെ അവൾ ഡിസംബറിൽ 24 വേറെ ഫ്ലൈറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ആകെ കോളായി ചളമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സംസാരിച്ച് പിക്കൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ ടൈം പോയി. എന്നെ ശരത്തേട്ടനെയും കൂടെ ഒരു സൈഡ് ഇരുത്തി, പിന്നെ ജിസേലിനെ ആര്യനെ ഒരു സൈഡ് ഇരുത്താനായിരുന്നു കേട്ടോ ഇവരുടെ പ്ലാന്. അപ്പോൾ ജിസേൽ വരാതെ ആര്യൻ നമ്മുടെ സ്ഥിരം മാങ്ങാണ്ടി മോറൻ അണ്ടി പോയ അണ്ണനെ പോലെ ഇരിക്കുകയായിരുന്നു. ശരത്തേട്ടൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആര്യനെ അവിടെ ബോറടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുകയായിരുന്നു. ജിസയിൽ വരാൻ ലേറ്റായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വിളിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് മുന്നേ ഇവരൊരു എന്തൊക്കെ കാട്ടിക്കുട്ടിയായിരുന്നു. ആ കാട്ടിക്കുട്ടലിൽ ഒന്നായിരുന്നു എന്നെ ആര്യനെയും സ്റ്റേജിലേക്ക് വിളിപ്പിച്ച് ഡാൻസ് കളിപ്പിച്ചത്. അപ്പോൾ ഞാനും അവനും കൂടെ ഒരു ബയോളജി ഫിസിക്സോ കെമിസ്ട്രി ഇല്ലാതെ എന്തൊക്കെ കാണിച്ചുകൂട്ടി. പ്രത്യേകിച്ച് എനിക്ക് പിന്നെ ഈ സാധനത്തിൻ്റെ ABCD അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ ആകെ ചളുപ്പായിപ്പോയി, ഒരുമാതിരി എന്തൊക്കെ ആയിപ്പോയി ഞാനും അവനും കൂടെ. അപ്പോൾ നിങ്ങളെന്തായാലും കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിന് ശേഷം കേട്ടോ ജിസേൽ മാമി ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോ കണ്ടപ്പോൾ കുറേ പേരെ സ്നേഹം ഞാൻ ആ കമൻറ്റ് സെക്ഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒത്തിരി താങ്ക്സ്. അപ്പം നിങ്ങൾ മറക്കാതെ എപ്പിസോഡ് കാണുക കേട്ടോ. താങ്ക്